ശ്രീ കേണൽ എസ് ഡിന്നി, ഇപ്പോൾ ചോദിക്കാമോ എന്നറിയില്ല. കാരണം തുടക്കത്തിൽ തന്നെ സൈന്യം, നേവിയൊക്കെ നദിയിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഇല്ല, കരയിലാണെന്ന അഭിപ്രായങ്ങൾ ഷിലൂരിൽ ആ ഗ്രൗണ്ടിൽ ഉറക്കെ കേട്ടിരുന്നു. അതാകുമോ രക്ഷാപ്രവർത്തനങ്ങളുടെ വഴിതെറ്റിച്ചത്? ശ്രീകൃഷ്ണരാജ്, ഇത് നമ്മൾ ഒന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ആദ്യം തന്നെ ഇതിന്റെ എവിടെയാണ് നമ്മൾ ഇത് തെറ്റുപറ്റി, അല്ലെങ്കിൽ ഈ ഒരു ചെറിയ രീതിയിലെങ്കിലല്ല വലിയ രീതിയിൽ തന്നെ ഒരു മിസ്ലീഡിങ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും അറ്റ് ദ കോസ്റ്റ് ഓഫ് റിപ്പീറ്റേഷൻ, ഈ ഫസ്റ്റ് 1-2 ദിവസത്തെ ഒരു കൺഫ്യൂഷൻ, ഒരു ലാക്ക് ഓഫ് കോർഡിനേഷൻ, എന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത ഒരു അവസ്ഥ ഉണ്ടായി. അപ്പൊ അത് അഡ്മിനിസ്ട്രേഷൻ, അതായത് ഈ അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. അപ്പൊ അവർ കുറെ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അവർക്ക് ഈ ഒരു ഇത്രയും വലിയൊരു ഇഷ്യൂ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഒരു ലാൻഡ് സ്ലൈഡ് ആയതുകൊണ്ട് അത് ഹാൻഡിൽ ചെയ്യാൻ ആ സമയത്ത് മേ ബി അവർ കുറച്ചൊരു എല്ലാ കാര്യത്തിലും അത്തരം രീതിയിലേക്ക് പോകാൻ സാധിച്ചു കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ചെയ്യുന്ന ആരാണോ അതിനെ കുറിച്ചുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു കാര്യം ആ 2 ദിവസം നടന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഈ അർജുന്റെ വീട്ടുകാർ അവിടെ റിങ് ചെയ്യുകയും അവിടെ ചെന്ന് പോലീസിനെ കാണുകയും ഒന്നും അവർക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ടും കിട്ടിയില്ല. ഇപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പം ആദ്യം നമ്മൾ സ്ഥാപിക്കുന്നത് ഒരു കൺട്രോൾ റൂമാണ്, അല്ലെങ്കിൽ കൺട്രോൾ സെന്റർ ആണ്. അപ്പൊ അവിടെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തൊരു വിവരവും നമുക്ക് കിട്ടും. അപ്പൊ ഈ വീട്ടുകാർ അവിടെയൊക്കെ പോയി എല്ലായിടത്തും പോയപ്പോൾ ആരും അവരെ അടുപ്പിക്കുന്ന പോലും ഇല്ലായിരുന്നു. അങ്ങനെയാണ് 18-ാം തീയതി മാധ്യമങ്ങൾ കേരളത്തിൽ നിന്ന് അതിനെ പിക്കപ്പ് ചെയ്യുകയും അത് മാധ്യമ റിപ്പോർട്ട് ആവുകയും അതൊരു പൊളിറ്റിക്കൽ പ്രഷറായിട്ട് കർണാടക ഗവൺമെന്റിലേക്ക് വരികയും എന്നിട്ടാണ് അവിടുത്തെ സിസ്റ്റം തുടങ്ങിയത്. അപ്പൊ എന്താ വെച്ചാൽ തുടക്കത്തിൽ തന്നെ ഒരു ലീഡർഷിപ്പ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ളത് ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ധാരാളം പ്രഷറിലായി ഓൾറെഡി. അപ്പം പിന്നീട് പറ്റിയെന്ന് വെച്ചാൽ ഇവിടുന്ന് കുറെ ആളുകൾ അവിടെ എന്താ പറയാ ഈ പ്രവർത്തനം മറ്റു കാര്യങ്ങളൊക്കെ ചെന്നപ്പം ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയും. അതിനകത്ത് ഇപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിലായാലും ശരി, മറ്റു ഇതായാലും ശരി, അവരവരുടെ അഭിപ്രായത്തിന്റെ ബേസിസിലായിരിക്കരുത് ഒരു രക്ഷാപ്രവർത്തനം ചെയ്യേണ്ടുള്ളത്. ആദ്യത്തെ ഒരു ഇനിഷ്യൽ ഫേസിൽ മാത്രമായിരിക്കും ഈ ആദ്യം അവിടെ ഇടപെട്ട ആളുകൾ പ്രവർത്തിക്കാൻ. കാരണം മറ്റു NDRF മറ്റു ഫോഴ്സസ് ഒക്കെ വരാൻ ചിലപ്പോൾ ചില സ്ഥലത്ത് 6 മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 12 മണിക്കൂറിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് വരും. അവര് വന്നു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് രക്ഷാപ്രവർത്തനം അവരുടെ കയ്യിൽ ആണ്. അവരാണ് അതിന്റെ ഓവറോൾ ഇൻചാർജ്. അത് കഴിഞ്ഞിട്ട് വെളിയിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സ് അത് അവർ പരിഗണിക്കാം, അല്ലെങ്കിൽ അത് അവരെ തള്ളിക്കളയാം. ഇവിടെ എന്ത് പറ്റുന്ന കഴിഞ്ഞാൽ ഈ പ്രഷർ കാരണം അവർ ഈ പറയുന്ന എല്ലാം കേട്ടു. അപ്പൊ അവര് ആദ്യം പറഞ്ഞു GPS, ട്രക്കിൽ GPS കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ദിവസം അതിന്റെ ബാക്കിലായിരുന്നു. മൊബൈൽ റിംഗ് എന്ന് പറഞ്ഞു, അതിന്റെ അങ്ങനെ കുറെ ഇത് പോയി. ഒടുവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് 8:30 ഈ വാഹനം മണ്ണിടിച്ചിൽ പെട്ടതെങ്കിൽ 8:49 വരെ 19 മിനിറ്റ് മാത്രമാണ് GPS പ്രവർത്തിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ വരെ പുറത്തു വന്നിട്ടുണ്ട്. 8:15 മറ്റോ ആണ് ഈ വാഹനം അവിടെ എത്തിയതെന്നും ചായ കുടിച്ച് അതിനുള്ളിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നുവെന്നും ഒക്കെ നിഗമനങ്ങൾ കൃത്യമായി വരുന്നുമുണ്ട്. ഞാനിത് ചോദിക്കാൻ കാരണം ഒരിക്കലും ഈ ഘട്ടത്തിൽ ചോദിച്ച് വഴിതെറ്റിക്കുകയല്ല, പക്ഷെ നിരാശ ചോദിക്കുകയാണ്. ഈ അർജുൻ്റെ അമ്മ പോലും ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചു, ലോറി കരയിൽ ഇല്ലെന്ന് വരുത്തി തീർക്കേണ്ടത് ആരുടെയൊക്കെയോ പ്രസ്റ്റീജ് ഇഷ്യൂ ആണെന്ന് പറയേണ്ടി വന്നു ആ അമ്മയ്ക്ക്. അതായത് ആ കുടുംബത്തെ പോലും തെറ്റിദ്ധരിപ്പിച്ചു, അങ്ങനെ വഴിതെറ്റിച്ചു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കറക്റ്റ്. അത് പറയേണ്ടി വന്നതല്ല ശ്രീകൃഷ്ണ, പറയിപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ ആ അമ്മയുടെ അവസ്ഥ അറിയാം നമുക്ക്. ഒരു മകൻ അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാത്ത ഒരു അമ്മയുടെ അവസ്ഥ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിന്റെ ബാക്കിൽ ആരാണെന്ന് നമുക്ക് ഇനി ഇത് കണ്ടെത്താനുള്ള സമയമല്ല ഇപ്പം. പക്ഷെ ഡെഫിനറ്റ്ലി അത് അമ്മയെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ആ സൈന്യത്തിനെ കുറിച്ചുള്ള കാര്യമായാലും ശരി, അമ്മയെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അപ്പൊ ഇൻക്ലൂഡിങ് ആ ലേഡി പറഞ്ഞു കൊടുക്കുകയാണ്, പട്ടാളത്തിനെ കുറിച്ച് പറയുമ്പം അത് എന്തിനാണ് അങ്ങനെ പറയുന്നത്, അവരുടെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അവർ എന്ത് ബേസിസിലാണ് അവർ അതൊക്കെ പറയുന്നത്. ശരിക്കും അമ്മ നിഷ്കളങ്കമായി വളരെ വൈകാരികമായി പറഞ്ഞു പോയതാണ്, ശരിയാണ്. പക്ഷേ അമ്മ തെറ്റിദ്ധരിക്കപ്പെട്ടു. അതിന്റെ കാരണം ഞാൻ പറഞ്ഞത് ഇതാണ്. അതായത് ഇപ്പൊ അമ്മ കേൾക്കുന്ന എവിടുന്നാണ് ഈ ന്യൂസ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഇവരെ കുറെ ആളുകൾ അവിടുന്ന് കൊടുക്കുന്ന ഇൻപുട്സിന്റെ ബേസിലാണ് അമ്മ പറയുന്നത്. ഇപ്പൊ സൈന്യത്തിനെ വിളിക്കൂ എന്ന് പറഞ്ഞാൽ ഇവർ ആദ്യമേ തന്നെ പറയുന്നത്. അപ്പൊ സൈന്യത്തിനെ വിളിക്കൂ എന്ന് വെച്ചാൽ സൈന്യം എന്ന് പറഞ്ഞാൽ വലിയൊരു വിശാല സൈന്യമാണ്. അതിനകത്ത് ആരെയാണ് ആവശ്യം, എന്താണ് ആവശ്യം, എന്തൊക്കെ എക്യുപ്മെന്റ് ആവശ്യം, അത് ഡിസൈഡ് ചെയ്യേണ്ട ആരാണ്?
അത് ഡിസൈഡ് ചെയ്തിട്ട് ഞാനോ ശ്രീ കൃഷ്ണരാജോ അമ്മയോ അല്ലെങ്കിൽ ആ അമ്മയുടെ ബാക്ക് ചെയ്തിട്ട് ചെവിയിൽ പറഞ്ഞു കൊടുത്ത സ്ത്രീയോ അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിൽ പോയിട്ടുള്ള ആളുകളല്ല, അത് ആ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. അവിടെ ജോലി ചെയ്ത അഡ്മിനിസ്ട്രേഷൻ, അവിടെ ഓപ്പറേറ്റ് ചെയ്ത അഡ്മിനിസ്ട്രേഷൻ ആണ് ഡിസൈഡ്. നമുക്ക് ആവശ്യം എന്താണ്? ഇപ്പൊ നോക്ക്, ഈ 2-3 ദിവസമായിട്ട് കൃത്യമായിട്ടല്ലേ ഫംഗ്ഷൻ ചെയ്യുന്നത്? എന്താണ് അവരുടെ ടാസ്ക്? ആർക്കാണ് റെസ്പോൺസിബിലിറ്റി? ഇപ്പൊ തന്നെ ഏറ്റവും ലാസ്റ്റ് MLA പറഞ്ഞു കേട്ടതാണോ? അതായത് നമ്മൾ ഈ ഫീൽഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ സാറിനെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അതാണ് അതിന്റെ രീതി. അപ്പം ആർമിയെ വിളിക്കൂ, സൈന്യത്തിനെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് 5-ാം ദിവസം സൈന്യത്തിനെ കൊണ്ടുവരികയാണ്. അപ്പൊ അവരുടെ അടുത്ത് സൈന്യത്തിന് എന്താണ് ടാസ്ക് കൊടുത്തത്? 3 ആളുകളെ കാണാനില്ല, നിങ്ങൾ 3 പേരെ ഈ 3 ബോഡീസിനെ കണ്ടെത്തുക. അപ്പൊ അവർ 40 അംഗ സംഘം വന്നു, അവർ അതിനു വേണ്ടിയുള്ള ക്രമീകരണമായിട്ട് വന്നു. ഇവിടെ വന്നപ്പോഴാണ് അവരുടെ പറയുന്നത് അല്ല, അതിനകത്ത് ട്രക്കിനകത്താണ് വ്യക്തി എന്ന്. അപ്പൊ ട്രക്കിനകത്ത് ആകുമ്പം അത്രയും താഴെ പോയിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയുള്ള അടുത്ത എക്യുപ്മെന്റ് ഒക്കെ വരാൻ ഉള്ള ഇതായി. ഇപ്പൊ നേവി തന്നെ, നേവിയുടെ PRO വളരെ വ്യക്തമായിട്ട് പറഞ്ഞു 16-ാം തീയതി ഈ സംഭവം നടക്കുമ്പം അവരെ റിക്വസിഷൻ കൊടുത്തത് ഈ കണ്ടെയ്നർ അതായത് ഓയിൽ കണ്ടെയ്നർ ഈ പുഴയിലേക്ക് പോയി അത് എടുക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. അത് ആ സമയത്ത് അർജുന്റെ ട്രക്കിനെ കുറിച്ചോ യാതൊരു രീതിയിലുള്ള സംസാരം ഇല്ല. നേവി വരുന്നു, അപ്പോഴത്തേക്ക് ഭാഗ്യവശാൽ ഈ ഓയിൽ കണ്ടെയ്നർ സർഫേസിൽ വന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെ അവർക്ക് പിന്നീട് ചെയ്യാൻ പറ്റിയെന്ന് വെച്ചാൽ അവരവിടെ ചെന്നപ്പോൾ അത് ലീക്ക് ആകാതെ അതിന്റെ ലീക്ക് മാറ്റി അത് അവരെ ആ രീതിയിലേക്ക് അതിനെ സൈഡിലോട്ട് കൊണ്ടുവന്ന് കരയിലേക്ക് അടുപ്പിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ടാണ് 19-ാം തീയതിയാണ് അവരുടെ അടുത്ത് പറയുന്നത് അല്ല, അർജുന്റെ ഒരു ട്രക്ക് ഉണ്ട്, അത് കണ്ടെത്തുന്നു. അപ്പോഴത്തേക്ക് എന്താണ് കഥ പറഞ്ഞത്? നേവിക്കാർ പറഞ്ഞു അവിടെ ഒന്നുമില്ല, ട്രക്കൊന്നുമില്ല. നേവി അതിന് ആ ട്രക്കിന് വേണ്ടി സെർച്ച് പോലും ചെയ്തില്ലല്ലോ. അപ്പൊ ഇതാണ് പറ്റുന്നതെന്ന് വെച്ചാൽ പലരും പല രീതിയിലേക്കുള്ള ഒരു പ്രത്യേകിച്ച് നമ്മളെല്ലാവരും അല്ല, ഇന്ന് കാൻവാർ MP MLA പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ തെരച്ചിൽ നടത്തിയത്, നിങ്ങളുടെ കടുംപിടുത്തമാണ് ഞങ്ങളെ നയിച്ചത് എന്നാണ്. അതായത് കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പോലും കൃത്യമായ ഒരു വിലയിരുത്തലിനോ അവലോകനത്തിനോ ശ്രമമുണ്ടായില്ല. കൃത്യമായി അത് അവിടെയുള്ള രക്ഷാപ്രവർത്തകരെ അറിയിക്കുന്നതിന് ശ്രമിച്ചില്ല എന്നുകൂടിയൊക്കെ വേണ്ട മനസ്സിലാക്കാൻ. ഞാൻ അപ്പോഴും പറയുകയാണ്, ഇവിടെ രാഷ്ട്രീയം പറച്ചിലല്ല. ഇതുവരെ കേട്ടത് തിരുത്തപ്പെടുന്നു എന്ന കാരണത്താൽ പറഞ്ഞു പോകുന്നതാണ്. കാരണം അവിടെയാണ് GPS ഉള്ളത്, തരംഗങ്ങൾ കിട്ടി, സിഗ്നൽ കിട്ടി, അല്ലെങ്കിൽ അവിടെ എൻജിൻ ഓണായിരുന്നു. ഇങ്ങനെ നിരന്തരം അവിടെ സെർച്ച് ചെയ്യാൻ എത്തിയവരെ ധരിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മൾ തന്നെയാണ്. അതെ, അതിനകത്ത് യാതൊരു സംശയമല്ല ശ്രീകൃഷ്ണ. അതിൽ ഞാൻ ഇതിനെ 2 വശമായിട്ടാണ് കാണുന്നത്. ഒന്ന്, നമ്മളെ ഭാഗത്തുനിന്ന് അനാവശ്യമായിട്ടുള്ള ഒരു ഇൻക്ലൂഡിംഗ് മീഡിയ, അതും ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. മീഡിയയുടെ രീതിയിലുള്ള ഒരു ഹൈപ്പർ ആയിട്ടുള്ള ഒരു അല്ല സാർ, ഞാനൊന്ന് ഇടപെട്ട് പറഞ്ഞോട്ടെ. ഞാൻ തുടക്കം മുതൽ, ഞാനിത് 3-ാമത്തെ ദിവസമാണ് ഈ വിഷയം ചർച്ചയാക്കി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. ഈ 3 ദിവസവും ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഒന്ന്, അർജുൻ്റെ കാര്യം മാത്രം നമ്മളിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതേസമയം 2 പേർ വേറെയുമുണ്ട് ആ മണ്ണിനടിയിൽ. മാത്രമല്ല, ഒന്ന് ചിന്തിച്ചു നോക്കൂ, കേരളത്തിലായിരുന്നുവെങ്കിലോ ഒരു ചായക്കട, ആ ചായക്കട നടത്തിയ ആൾ, അയാളുടെ ഭാര്യ, 11ഉം 6ഉം വയസ്സായ 2 കുട്ടികൾ മരിച്ചുപോയി. അതെ, അപ്പം ശ്രീ കൃഷ്ണ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഈ മീഡിയയുടെ ഒരു ഇന്നലെ ഞാൻ വേറൊരു ചാനലിൽ പറഞ്ഞായിരുന്നു. അതായത് ഈ ഡ്രോൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഇത്രയും എങ്ങനെയാണെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സർപ്രൈസ് ആയിരുന്നു. ഇത്രയും അടുത്ത് നേവിയുടെ ബോട്ട് പോയാണ്, അത് തൊട്ട് മുകളിൽ ഡ്രോൺസ് പോയാണ്. അപ്പൊ എന്ത് പറ്റി? ഇന്ന് നോക്കൂ, ഇന്ന് കംപ്ലീറ്റ് ഒരു ഡ്രോണും അവർ സമ്മതിച്ചില്ല. ഇന്ന് ഫൈനലി അവിടുന്ന് മീഡിയ പോലും മാറണമെന്ന് പറഞ്ഞു. കാരണം അവിടെ റേഡിയോ ഇന്റർഫറൻസ് മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ തീർച്ചയായിട്ടും മീഡിയയുടെ ഒരു അവിടുത്തെ ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു കാര്യമുണ്ട്. രണ്ടാമത്, ഇത് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ ധാരാളം ആളുകൾ അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി വരും. അതിനകത്തൊന്നും ഒരു തെറ്റില്ല എന്ന് പറയാം. അവരുടെ ആ ഉദ്ദേശത്തിന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ആ ഉദ്ദേശത്തിന് അംഗീകരിക്കുന്നെങ്കിലും അത് അവിടെ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് ഈ ഓപ്പറേഷൻ വിട്ടുകൊടുക്കുക. അവർ അതിനു വേണ്ടിയാണ്, അവർ NDRF എന്ന് പറഞ്ഞ ഇതേ കാര്യത്തിന് വേണ്ടിയാണ്. അപ്പൊ അവിടെ നമ്മൾ ചെന്ന് നമുക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രഷർ ചെലുത്താൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ പ്രഷർ ചെലുത്തി അവരെ തന്നെ വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് നമ്മൾ ചെയ്തു. അതാണ് അതിന്റെ ഒരു കാരണം. പിന്നെ വേറൊരു കാരണത്തോട് അപ്പുറത്ത് മറുവശത്ത് പറയുകയാണെങ്കിൽ, ഇത്തരം പ്രഷറുകൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് അപ്പുറത്തെ ഭാഗത്തും വേണം. NDRF ആയാലും ശരി, അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ശരി, അവരുടെ ലീഡർഷിപ്പും അവരുടെ കോർഡിനേഷനും കൃത്യമായിരുന്നെങ്കിൽ ഇതുപോലത്തെ പ്രഷർ വന്നാലും വിത്ത്സ്റ്റാൻഡ് ചെയ്യണം. എങ്ങനെയാണ് ഈ 2 ദിവസം ലാസ്റ്റ് 2 days ആയിട്ട് ഒരു പ്രഷറും അവരെടുക്കുന്നത്? അതായത് അവരായി തന്നെ പ്രവർത്തിക്കണമായിരുന്നു.
ആബ്സല്യൂട്ട്ലി അവരായിട്ട് തന്നെ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ 2 ദിവസമായിട്ട് അവർ ആരെയും അകത്ത് കയറ്റുന്നില്ലല്ലോ. എന്തൊക്കെ വീണ്ടും വലിയ വലിയ ആളുകൾ പ്രതിഷേധമൊക്കെ ചെയ്തല്ലോ. പക്ഷെ എന്നാലും അവർ വളരെ ക്ലിയർ ആയിരുന്നില്ല, ഞങ്ങൾ കഴിഞ്ഞു, നിങ്ങൾ വെളിയിൽ നിൽക്കുക, ഇനി ഞങ്ങൾ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് ചെന്നപ്പോൾ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നു എല്ലാ വർഷത്തിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പൊ ഈ ഒരു ഇത്രയും ദിവസം അത് നീണ്ടു പോകാനുള്ള ഒരു കാരണം. അതിനോട് ചേർത്ത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് അവിടെ മറ്റ് 2 ടാങ്കറുകൾ കൂടി ഒലിച്ചുപോയി എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിൽ ഒരെണ്ണം കിട്ടി, ഒരെണ്ണം ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതിലൊരു ഡ്രൈവറെ കിട്ടിയത് 40 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് മൃതദേഹം കിട്ടിയത്. അപ്പോൾ ശക്തമായ മണ്ണിടിച്ചിലായിരുന്നുവെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ അവിടെ പോകുന്ന ആർക്കും വ്യക്തമാണ്. പുഴയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് അവരിൽ ചിലർ പറഞ്ഞതുമാണ്. എന്നിട്ടും അതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ പോയത് അവരുടെ പിഴവും കൂടിയല്ലേ? അബ്സല്യൂട്ട്ലി അവരുടെ പിഴവ് തന്നെയാണ്. കാരണം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയ പ്രഷർ വരുന്നത് അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയില്ല. പ്യുവർ രാഷ്ട്രീയ പ്രഷറാണ്. ഇവിടുന്ന് കേരളത്തിൽ നിന്നുള്ള ആളുകൾ പോകുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ആളുകളെ പിണക്കാൻ പറ്റാത്തതുകൊണ്ടും അവർക്കത് ഓവർകം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന്റെ മറിച്ചുള്ള ഭാഗം എന്ന് വെച്ചാൽ ഇതിപ്പം ഓക്കെ ഫൈൻ, ഇത്രയും 8-9 ദിവസമായി. ഇത് കുറച്ചും കൂടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ധാരാളം ആളുകളൊക്കെ ഇൻവോൾവ് ആയിരുന്നെങ്കിൽ അത് ആളുകളുടെ ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻ ആണ്. അവിടാണ് ഈ വെളിയിൽ നിന്നുള്ള പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ NDRF ആയാലും ശരി മറ്റ് ഏജൻസീസ് ആയാലും ചെയ്യേണ്ടുള്ളത്. അവരിപ്പം അപ്പൊ ആരെങ്കിലും പറഞ്ഞൊന്നുണ്ട്. അപ്പൊ 2 ദിവസം മുമ്പ് ആ MLA പറഞ്ഞതിനകത്തും അല്ലെങ്കിൽ മന്ത്രി പറഞ്ഞതിലും ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞു ഇവിടെ സെർച്ച് ചെയ്യൂ, ഞങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യും. നിങ്ങൾ പറഞ്ഞു അവിടെ ചെയ്യൂ, ഞങ്ങൾ ചെയ്യും. നിങ്ങൾ പറഞ്ഞു ആർമി വിളിക്കൂ. അങ്ങനല്ല ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടത്. അങ്ങനല്ല. അതിന് കൃത്യമായിട്ടുള്ളൊരു ലീഡർഷിപ്പ് ഉണ്ട്, അതിന് കൃത്യമായിട്ടുള്ളൊരു ടീമുണ്ട്. ആ ടീമിൽ ഓരോ മെമ്പറിനും ഓരോ റോൾ ഉണ്ട്. അവർ കൃത്യമായിട്ടൊരു പ്ലാനിംഗ് ഉണ്ട്. ഒരു ദിവസം ചെയ്യേണ്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണയുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ദിവസം കഴിഞ്ഞ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ട്. ആ ഫീഡ്ബാക്ക് സിസ്റ്റത്തിന് ബേസിസിൽ മീഡിയയിലുള്ള ബ്രീഫിംഗ് ഉണ്ട്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒരു ബ്രീഫിംഗ് ഉണ്ട്. രാവിലെ അവർ പറയും ഇന്ന കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇതാണ്. വൈകിട്ട് അത് നേടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അത് കൃത്യമായി പറയും. ഇതുകൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റി, പക്ഷെ ഇത് ചെയ്യാൻ പറ്റില്ല, അത് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവർ പറയും. ഇത് ഇന്ന കാരണങ്ങളാണ്. അങ്ങനെയുള്ള ഒരു സിസ്റ്റം കഴിഞ്ഞ ദിവസം വരെ നമ്മൾ കണ്ടില്ല. ഇന്നാണ് ഫൈനലി ആ രീതിയിലേക്ക് മാറിയത്. അവിടുന്ന് മീഡിയയുടെ ദ്രോൺസിനെസ് കുറച്ചു. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെ ഉള്ളായിരുന്നു. ഇന്ന് കൃത്യമായിട്ട് MLA പുറത്തു വന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നാളെ അദ്ദേഹം പറഞ്ഞു 3-4 മണിക്കൂർ ഇടവിട്ട് ഞാൻ ഫീഡ്ബാക്ക് തരാം. അപ്പം ഇത്രയും സിസ്റ്റം വർക്ക് ചെയ്യാൻ ഓൾമോസ്റ്റ് 10 days എടുത്തു. അത് അങ്ങനെ ആയിരിക്കരുത് നടക്കേണ്ടുള്ളത്. ഇതൊന്നും നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിക്കാനല്ല കേട്ടോ ശ്രീകൃഷ്ണദാസ്. ഇതൊക്കെ SOP നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി NDMA ഭാഗത്ത് നിന്ന് 2005 ആക്ട് പ്രകാരം ഇത് എല്ലായിടത്തും ഉള്ളതാണ്. ഇത് ഇവിടെ പുതിയതായിട്ടാണ് ആരും കണ്ടുപിടിക്കാല്ല. ഇതെല്ലാം ആക്ട് പ്രകാരം SOPയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു വിഷയം ഇത്രയും വലുതായപ്പം ആ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ അവിടെ സാധിച്ചില്ല. അത് കാരണം അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള പ്രഷർ നമ്മൾ അവിടെ കൊടുക്കുകയും ചെയ്തു. അത് കാരണം കൊണ്ട് മാത്രമാണ് ഇന്നും അർജുന്റെ ആ ഒരു ട്രക്ക് ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്ന ആ പുഴയുടെ അകത്താണ്. അത് ഇതുവരെ റിട്രീവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇന്നും നിൽക്കുന്നത്. ശരി സാർ, ഒറ്റ ചോദ്യം കൂടി. ഇപ്പോൾ ലോറി അല്ലെങ്കിൽ ട്രക്ക് സ്പോട്ട് ചെയ്തു, കൃത്യമായി അത് ഭാരത് ബെൻസിൻ്റെതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അവരുടെ റവന്യൂ മന്ത്രിയും ഒപ്പം MLAയും ഒക്കെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അത് ഭാരത് ബെൻസിൻ്റെ ലോറി തന്നെയാണ് എന്ന്. അപ്പോൾ നാളെ ഒരു ദിവസം ഉറപ്പിക്കാമല്ലേ ആ ലോറി മുകളിലേക്ക് വരും എന്ന്? ശ്രീകൃഷ്ണ, ഞാൻ ഇനി എന്റെ ഒരു അനാലിസിസിൽ ഇത് നാളെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നിപ്പം മേജർ ജനറൽ ഇന്ദ്രപാലൻ സർ എത്തി. അദ്ദേഹത്തിന് അവിടുത്തെ ഗ്രൗണ്ടിലുള്ള ബ്രീഫിംഗ് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ എക്യുപ്മെന്റിന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു അത് കൃത്യമായിട്ട് എവിടെ നിന്നാണ് തുടങ്ങുന്നതിനുള്ള ഒരു ഡിസിഷനെ കുറിച്ചായിരിക്കും ഇത് നാളത്തെ എത്രമാത്രം പെട്ടെന്ന് അല്ലെങ്കിൽ എത്രമാത്രം വിജയകരമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ആ ബ്രീഫിംഗ് ഇന്ന് അദ്ദേഹത്തിന് നൽകി കഴിഞ്ഞു. നാളെ രാവിലെ തൊട്ടേ ഈ കൊടുത്ത ബ്രീഫിംഗ് അനുസരിച്ച് അദ്ദേഹം അവിടെ വീണ്ടും ഒരു കൺഫർമേഷൻ ചെയ്യും. കാരണം ഇപ്പം ഇവർക്ക് ഈ സോണാർ വെച്ചും മറ്റു സിഗ്നലും വെച്ചാണ് ഈ ഒരു ട്രക്കിനെ കുറിച്ചുള്ള സിഗ്നൽ കിട്ടിയത്. പക്ഷെ ഓൾദോ റവന്യൂ മിനിസ്റ്റർ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ലോറിയാണെന്ന് പറഞ്ഞു. പക്ഷെ ആ MLA പറഞ്ഞ പോലെ ഇത് വേറെ ഒരു വല്ല ഇലക്ട്രിക് പോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഇത് അറിയാതെ നേവൽ ഡൈവേഴ്സും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് അവിടെ അത് ചെന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇത് അതല്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു എഗെയിൻ ഒരു ഡിലേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നാളെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു ഇന്ദ്രപാൽ സാറിന്റെ എക്യുപ്മെന്റ് ബേസിൽ വെച്ചിട്ട് അത് 100% കൺഫേം ആക്കും ഇത് ട്രക്കാണ്. 100% കൺഫേം ആക്കി ആ ലൊക്കേഷൻ കൃത്യമായിട്ടുള്ള പോയിന്റ് വെച്ചിട്ടുള്ള അതിന്റെ കോർഡിനേറ്റ്സ് നേവിക്ക് കൈമാറും. ആ നേവി കൈമാറി കഴിഞ്ഞാൽ നേവി പിന്നെ നേവിയുടെ ഡൈവേഴ്സ് ഉപയോഗിച്ച് ഡീപ് സീ ഡൈവേഴ്സ് ഉപയോഗിച്ച് അവർ താഴെ പോയി അതിന്റെ ക്ലിയർ ചെയ്ത് അത് ഒരു കുറച്ച് പാടുള്ള കാര്യമാണ്. അതിനായിട്ടുള്ള അവരുടെ ടെക്നിക്കും
മറ്റ് ടെക്നോളജിയും മറ്റ് എക്യുപ്മെന്റും ഉപയോഗിച്ച് അത് ക്ലിയർ ചെയ്ത് എന്നിട്ട് അതിനെ റിട്രീവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങും. അതിനു വേണ്ടിയുള്ള ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ബൂം എക്സ്കവേറ്റർ അവിടുത്തുള്ള മണ്ണ് മാറ്റാനുള്ള ശ്രമം ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. ഒരെണ്ണം കൂടെ വരാണെങ്കിൽ അത് അത്രയും ഫാസ്റ്റ് ആയിട്ട് നടക്കും. ശരി, അതായത് അങ്ങയുടെ അവസാന ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായൊരു സൈനികന്റെ നിരീക്ഷണം കൂടിയാണ്. ഒരു ടാങ്കർ കൂടി മിസ്സായിട്ടുണ്ട്. സ്വാഭാവികമായും അതല്ല എന്ന് കുറച്ചുകൂടി കൃത്യമായി ഉറപ്പിക്കേണ്ട ബാധ്യതയുണ്ട്. സ്വാഭാവികമായും ഇന്ദ്രപാൽ അത് കൃത്യമായി അതാദ്യം ക്ലാരിഫൈ ചെയ്യും, അത് ഉറപ്പിക്കും. അതിനുശേഷം നേവിയുടെ സഹായത്തോടെ ഇത് ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. കൃത്യമാണ് അങ്ങയുടെ മറുപടി. വളരെയധികം നന്ദി. ഒപ്പം ചേർന്നതിന് അങ്ങ് അല്പം മുമ്പ് പറഞ്ഞ മാധ്യമങ്ങൾക്കും ഒരു പരിധിവരെ ഈ മിസ്ലീഡ് ചെയ്തതിൽ പങ്കുണ്ട് എന്ന പറച്ചിലിനോട് പൂർണ്ണമായും യോജിക്കുന്നു. ഭാഗ്യവശാൽ ഞങ്ങളുടെ ചാനൽ നൽകിയ നിർദ്ദേശം അവിടെ ആദ്യം മുതലുണ്ടായിരുന്ന ശ്രീജിത്താണ്, പിന്നീട് ആനന്ദ് ഒപ്പം ചേർന്നു, അതിനുശേഷം അരുൺ ആലത്തൂർ കൂടി ഒപ്പം ചേർന്നു. 3 റിപ്പോർട്ടർമാർ അവിടെയുണ്ട്. 3 പേർക്ക് നൽകിയ നിർദ്ദേശം അനാവശ്യ തിടുക്കം വേണ്ട, കൃത്യമായ വിവരങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക എന്നതാണ്. അതുതന്നെ അവർ ചെയ്തു എന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസവും അഭിമാനവുമുണ്ട്. കാരണം തിടുക്കപ്പെട്ട ഒരു വാർത്തയ്ക്കും പിന്നാലെ പോയില്ല. അവരുടെ ഒഫീഷ്യൽസ് തരുന്ന വാർത്തകൾ അവർ കൈമാറിക്കൊണ്ടിരുന്നു, കൃത്യമായ വിവരങ്ങൾ അവർ കൈമാറിക്കൊണ്ടിരുന്നു. ഒപ്പം ഈ ട്രക്ക് കണ്ടെത്തിയെന്ന ബ്രേക്കിംഗ് ന്യൂസ് ആദ്യം പോയതും ജനം ടി വിയിലാണ്. അതിന് 3 റിപ്പോർട്ടർമാർക്കും ഒരു ബിഗ് സല്യൂട്ട് കൂടി നൽകുന്നു. ഇനിയും തിടുക്കമില്ലാതെ കൃത്യമായ വിവരങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആനന്ദിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. വളരെ നന്ദി ഡെന്നിസ് സാർ.